വയനാട് ഈഗിൾസും കൽപ്പറ്റ കേരള ഡിജി സ്റ്റോറും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി ഫെഡ്ലൈറ്റ് ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പിണങ്ങോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പുരോഗമിക്കുകയാണ്. പിണങ്ങോട് വെങ്ങപ്പള്ളി പൊഴുതന പ്രദേശത്തെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി യുവാക്കളാണ് ടൂർണമെന്റിന് വേണ്ടി ഗ്രൗണ്ടും സ്റ്റേഡിയവും ഒരുക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16ഓളം ടീമുകളാണ് ടൂർണമെന്റിന്റെ ഭാഗമാകുന്നത്. കേരളത്തിലെ സന്തോഷ് ട്രോഫി താരങ്ങൾ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെടെ ടൂർണമെന്റിന്റെ ഭാഗമാകും. വയനാട് ഈഗിൾസും കേരളവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫെഡ്ലൈറ്റ് ടൂർണമെന്റാണ് ഇവിടെ നാളെ മുതൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ചാമ്പ്യൻസ് ട്രോഫി എന്ന പേരിലാണ് ഈ മത്സരം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2 സീസണുകളിലും ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിൽ വലിയ വിജയമായി മാറിയ ടൂർണമെന്റാണ് പുതുമകളോടുകൂടി നാളെ മുതൽ ആരംഭിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള 16 ടീമുകൾ വിവിധ സന്തോഷ് ട്രോഫി ഉൾപ്പെടെയുള്ള നൈജീരിയൻ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. നാളെ ആദ്യ മത്സരത്തിൽ താമരശ്ശേരി FC-യും അതുപോലെ ഇക്കാസ് വയനാട് സ്പോൺസർ ചെയ്യുന്ന ബത്തേരിയും റോയൽ ട്രാവൽസ് ബത്തേരിയും തമ്മിലാണ് ആദ്യ മത്സരം. നൈജീരിയൻ താരങ്ങളും ലൈബീരിയൻ താരങ്ങളും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് നാളെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആവേശകരമാകുന്ന മത്സരത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പിണങ്ങോട് ഫെഡ്ലൈറ്റ് ടൂർണമെന്റ് വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. ടൂർണമെന്റിൽ നിന്നും ലാഭം കിട്ടുന്ന തുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ജനപങ്കാളിത്തം കൊണ്ട് ടൂർണമെന്റ് വലിയ വിജയമായി തീരുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് 1 പിണങ്ങോട്.